സിംപ്ലിഫൈഡ് ആർക്കിടെക്ചർ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ ഒരു കണ്ടിന്യൂവേഷൻ ആയിട്ടുള്ള ക്ലാസ് ആയിട്ടാണ് ഇപ്പോൾ നമ്മൾ തുടങ്ങാൻ പോകുന്നത്. അപ്പോൾ അതിനകത്ത് കുറച്ച് നമ്മൾ എന്താണ് ഈ അരിത്മെറ്റിക് ലോജിക് യൂണിറ്റ് എന്താണെന്ന് പറഞ്ഞ് നോക്കിയായിരുന്നു, ടൈമിംഗ് കൺട്രോൾ യൂണിറ്റ്സ് നോക്കിയിട്ടുണ്ടായിരുന്നു, പിന്നെ അക്യുമുലേറ്റർ എന്ന് പറഞ്ഞ രജിസ്റ്ററിനെ കുറിച്ചിട്ട് നോക്കി, പിന്നെ കുറച്ച് ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ് നോക്കി, പ്രോഗ്രാം കൗണ്ടർ എന്താണെന്ന് നോക്കി, പിന്നെ എന്താണ് സ്റ്റാക്ക് പോയിന്റർ എന്താണെന്ന് നോക്കിയായിരുന്നു. ഇതിൽ പ്രോഗ്രാം കൗണ്ടറും സ്റ്റാക്ക് പോയിന്റർ എന്ന് പറഞ്ഞത് 16 ബിറ്റ് രജിസ്റ്റേഴ്സുകളാണ്. ബാക്കി വരുന്ന അക്യുമുലേറ്റർ രജിസ്റ്റേഴ്സും ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സും എന്താണ് 8 ബിറ്റ് രജിസ്റ്റേഴ്സ് ആണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ഇനി അടുത്ത് നമ്മൾ അതിന്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട് വരുന്ന രജിസ്റ്റേഴ്സുകൾ കുറച്ചും കൂടി ഉണ്ട്, അതെന്താണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ ആണ്. ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ എന്ന് പറഞ്ഞത് എന്താണെന്ന് പറഞ്ഞാൽ ഇതും എന്താണ് ഒരു 8 ബിറ്റ് രജിസ്റ്റർ ആണ്. അതായത് എക്സിക്യൂട്ട് ആകാൻ പോകുന്ന ഇൻസ്ട്രക്ഷൻസിന്റെ ഓപ്പറേഷന്റെ കോഡ് പറയുന്ന ഒരു രജിസ്റ്റർ ആണ് ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ എന്ന് നമ്മൾ പറയേണ്ടത്. ഓക്കെ, ഇത് നമുക്ക് എവിടെ ഉണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം. നമ്മുടെ ആർക്കിടെക്ചറിൽ നോക്കുവാണെന്നുണ്ടെങ്കിൽ ഇതാ ഈ കാണുന്ന രജിസ്റ്റർ ആണ് ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ എന്ന് പറഞ്ഞത്. ഈ ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ എന്തിനു വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്താ പറഞ്ഞത്, മൈക്രോ പ്രോസസർക്ക് മനസ്സിലാകുന്ന ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ മെഷീൻ ലാംഗ്വേജ് ആണ് അല്ലെ. അപ്പോൾ ആഡ്, സബ്, ഇൻക്രിമെന്റ്, ഡിക്രിമെന്റ്, മൂവ് ഇതിനെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരേ ഇൻസ്ട്രക്ഷൻസുകളൊക്കെ ആയിട്ടുള്ള കോഡുകൾ മാനുഫാക്ചറിങ് ചെയ്യുമ്പോൾ തന്നെ മൈക്രോ പ്രോസസറിന്റെ അകത്ത് വന്നിട്ട് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലെ. അപ്പോൾ ഇപ്പൊ ഒരു ആഡ് ആണ് ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ ആ ആഡ്ക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു മെഷീൻ കോഡ് ഉണ്ടാവും. ആ മെഷീൻ കോഡ് സ്റ്റോർ ചെയ്യുന്നത് ഇവിടെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞെങ്കിൽ ഏത് ഇൻസ്ട്രക്ഷൻ ആണ് എക്സിക്യൂട്ട് ആകാൻ പോകുന്നുണ്ടോ ആ ഇൻസ്ട്രക്ഷന്റെ കോഡ് ഇവിടെ ആയിരിക്കും. ആ കോഡ് എന്ത് ചെയ്യും, ഈ ഇൻസ്ട്രക്ഷൻ ഡീകോഡർ എന്ന് പറഞ്ഞ സാധനം എന്ത് ചെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡീകോഡിങ് ചെയ്യും. ഡീകോഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീനിങ് ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയണേ ആഡ് എന്ന് പറഞ്ഞ ഇൻസ്ട്രക്ഷന്റെ കോഡ് 3E ആണെന്ന് വിചാരിച്ചോട്ടോ. എക്സാമ്പിൾക്കാണ് ഞാൻ പറയുന്നത്, ഇത് നമ്മൾ കാണാപാഠം പഠിക്കേണ്ടതല്ല, മാനുഫാക്ചറിങ് ചെയ്യുമ്പോൾ തന്നെ തരുന്നതാണ്. ആ ഡേറ്റ ഷീറ്റ് നോക്കി കഴിഞ്ഞെങ്കിൽ ആഡുള്ള കോഡ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കിയെടുക്കാൻ പറ്റും. അപ്പൊ 3 എന്ന് പറഞ്ഞത് നമുക്ക് നോക്കി കഴിഞ്ഞാലും മനസ്സിലാവുന്ന കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഡേറ്റ ഷീറ്റ് ഉണ്ട് 3 എന്ന് പറഞ്ഞാൽ ആഡ് ആണെന്നുള്ളത്. പക്ഷേ എന്താണ് ഞാൻ പറഞ്ഞിരിക്കുക, മൈക്രോ പ്രോസസർക്ക് ബൈനറി നമ്പേഴ്സ് മാത്രമല്ലേ മനസ്സിലാവത്തുള്ളൂ. ഈ 3E എന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ മനസ്സിലാകത്തില്ലല്ലോ. അത് എന്ത് ചെയ്യുന്നു കഴിഞ്ഞാൽ ഈ 3 എന്ന് പറഞ്ഞത് എന്ത് ചെയ്യും, ഡീകോഡിംഗ് ചെയ്യും. അങ്ങനത്തെ ഒരു യൂണിറ്റ് ആണ് ഈ ഇൻസ്ട്രക്ഷൻ ഡീകോഡ്. അതായത് അതാണ് അവിടെ എഴുതിയിരിക്കുന്നത് ഇൻസ്ട്രക്ഷൻ ഡീകോഡർ ആൻഡ് മെഷീൻ എൻകോഡിംഗ് എന്ന് പറഞ്ഞിട്ട്. അത് എന്ത് ചെയ്യുന്നു കഴിഞ്ഞാൽ ഈ നമ്പറെ ബൈനറി നമ്പേഴ്സ് ആയിട്ട് മാറ്റിയെടുക്കും. നേരത്തെ ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, ബൈനറി ആയിട്ട് മാറ്റണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, 8421 എന്ന് ഓർത്ത് വെച്ചോളണം. 3 എന്ന് പറഞ്ഞത് നമ്മൾ എങ്ങനെ എഴുതും, 2ഉം 1ഉം കൂട്ടിയെങ്കിലല്ലേ 3 എന്ന് പറഞ്ഞത്. 0 0 1 1 ഈ എന്ന് പറഞ്ഞാൽ ഹെക്സയിൽ എത്രയായിട്ട് വരും, ഒന്നും കൂടി ഓർമ്മിപ്പിക്കണമെങ്കിൽ ജസ്റ്റ് ഒന്ന് എഴുതി നോക്കിക്കോ. 0 തൊട്ട് 9 വരെ എന്താണ് സെയിം തന്നെയാണ്, ഡെസിമലിനകത്തും ഹെക്സൈനകത്തും. 10നെ നമ്മൾ എങ്ങനെ എഴുതും, എ എന്ന് എഴുതും. 11ന് ബി, 12ന് സി, 13ന് ഡി, 14ന് ഇ, 15ന് എഫ് എന്ന് പറഞ്ഞിട്ടായിരിക്കും. അപ്പൊ നമുക്ക് ഇ ആണ് ഇവിടെ ഇരിക്കുന്നത്. ഇ എന്ന് പറഞ്ഞാൽ 14 ആണ്. 14 വരുന്നുണ്ടെങ്കിൽ ഏത് വേണം, 8 4 12 2 കൂട്ടുമ്പോൾ 14 വരുന്നുണ്ട്. അപ്പൊ 14 ഇ എന്നാണെങ്കിൽ എങ്ങനെ എഴുതുമ്പോ 1 1 1 0. അപ്പൊ ഈ ഒരു പാർട്ടിലെ ഇൻസ്ട്രക്ഷൻ ഡീകോഡർ എന്ന് പറഞ്ഞ പാർട്ട് നമ്മൾ കൊടുക്കുന്ന ഈ മെഷീൻ കോഡ് എന്ത് ചെയ്യും, ഇങ്ങനെ എന്താണ് ഡീകോഡിംഗ് ആയിട്ട് മാറ്റുന്നതായിരിക്കും. അതാണ് ഈ പാർട്ട് കേട്ടോ. അപ്പൊ ആ ഒരു ഇതാണ് നമ്മളിപ്പോ നോക്കിക്കൊണ്ടിരിക്കണേ ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ. ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ എന്ന് പറഞ്ഞത് എന്താണ്, ഹോൾഡ് ദി ഓപ്പ് കോഡ്. ഓപ്പ് കോഡ് ഉദ്ദേശിക്കുന്നത് എന്തുവാണ്, ഓപ്പറേഷന്റെ കോഡ്. ഞാനിപ്പോ പറഞ്ഞില്ലേ അഡീഷന്റെ കോഡ് എക്സാമ്പിൾ ആയിട്ട് 3 എന്ന് പറഞ്ഞില്ലേ, അതാണ് ഓപ്പറേഷന്റെ കോഡ് അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷന്റെ കോഡ് എന്ന് പറയുന്നത് കേട്ടോ. അത് ഹോൾഡ് ചെയ്യുന്ന ഒരു രജിസ്റ്റർ ആണ് ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ എന്ന് പറയും. അതെന്ത് ചെയ്യും, അത് ഡീകോഡഡ് ചെയ്തിട്ട് എക്സിക്യൂട്ട് ആകുന്ന ഒരു യൂണിറ്റ് ആയിട്ട് കമ്പൈൻ ചെയ്തിട്ടുണ്ടാകും. അടുത്തത് ടെമ്പററി രജിസ്റ്റർ ആണ്. ടെമ്പററി രജിസ്റ്റർ ഫിഗറിൽ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ALU എന്ന് പറഞ്ഞ ഒരു പാർട്ടിന്റെ മേലിൽ ഇവിടെ തൊട്ട് മേലിലായിരിക്കും ടെമ്പററി രജിസ്റ്റർ. ഇവിടെ അക്യുമുലേറ്റർ എന്ന് പറഞ്ഞ രജിസ്റ്ററും കൂടി ഉണ്ടാവും. ഈ ടെമ്പററി രജിസ്റ്റർ വന്നിട്ട് എന്തിനു വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺലി മൈക്രോ പ്രോസസർ വന്നിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു രജിസ്റ്റർ ആണ് ടെമ്പററി രജിസ്റ്റർ എന്ന് പറഞ്ഞത്. നമ്മളിപ്പോൾ പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞ ഈ അക്യുമുലേറ്റർ എന്ന് പറഞ്ഞ രജിസ്റ്റർ, പിന്നെ എന്താണ് BCDEHL രജിസ്റ്റേഴ്സ്, ഇതൊക്കെ നമുക്ക് എന്താണ് യൂസേഴ്സ് യൂസ് ചെയ്യാൻ പറ്റുന്ന രജിസ്റ്റർ ആണ്. യൂസർ എന്ന് പറഞ്ഞാൽ നമ്മളാണല്ലോ പ്രോഗ്രാം ചെയ്യുന്നത്, അപ്പൊ നമ്മളാണ് യൂസർ എന്ന് പറഞ്ഞത് കേട്ടോ. അപ്പൊ നമ്മൾ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു രജിസ്റ്റർ ആണ് ഈ രജിസ്റ്റർ BCDE രജിസ്റ്റർ എന്നൊക്കെ പറയുന്നത്. പക്ഷേ ഈ ടെമ്പററി രജിസ്റ്റർ എന്ന് പറയുന്നത് മൈക്രോ പ്രോസസർക്ക് മാത്രമേ അത് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതായത് അരിത്മാറ്റിക് ലോജിക്കൽ യൂണിറ്റിന്റെ ഓപ്പറേഷന്റെ സമയത്ത് ടെമ്പററി ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് ഡേറ്റാസുകൾ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു രജിസ്റ്റർ ആണ് ടെമ്പററി രജിസ്റ്റർ എന്ന് പറയുന്നത്. അതെന്താണ് ഇറ്റ് ഇസ് നോട്ട് അക്സസിബിൾ ബൈ ദ യൂസർ എന്നും കൂടി ഒന്ന് മെയിൻ ആയിട്ട് ഓർത്തു വെച്ചോണം. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു രജിസ്റ്റർ പഠിക്കാൻ പോകുന്നുണ്ട്, ഫ്ലാഗ് രജിസ്റ്റർ എന്ന് പറയും. ഈ ഫ്ലാഗ് രജിസ്റ്റർ വന്നിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് ഏത് വെച്ചിട്ടാണ്, ഏത് ലോജിക്കൽ സർക്യൂട്ട് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 ഫ്ലിപ്പ് ഫ്ലോപ്പ് വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസൾട്ടിന്റെ സ്റ്റാറ്റസ് വന്നിട്ട് പറയുന്ന ഒരു രജിസ്റ്റർ ആണ് ഫ്ലാഗ് രജിസ്റ്റർ എന്ന് നമ്മൾ പറയുന്നത്. അതായത് ALU ഓപ്പറേഷൻ ഇല്ലേ, അരിത്മാറ്റിക് ലോജിക് യൂണിറ്റ് കഴിഞ്ഞിട്ട് അതിന്റെ റിസൾട്ട് ഉണ്ടാവില്ലേ, ആ റിസൾട്ടിന്റെ സ്റ്റാറ്റസ് എന്താണെന്നുള്ളത് പറയുന്ന ഒരു രജിസ്റ്റർ ആണ് ഫ്ലാഗ് രജിസ്റ്റർ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ ഫ്ലാഗ് രജിസ്റ്റർ ALU ഓടെ ആയിരിക്കും കണക്ഷൻസ് ആയിരിക്കുന്നത്. ഇനി ഈ ഫ്ലാഗ് രജിസ്റ്ററിനെ കുറിച്ചിട്ട് കുറച്ചും കൂടി ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് നോക്കാം. ഇത് വെച്ചിട്ട്